ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഒരു നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മളിത് നെയ്യിൽ വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് മെൽട്ടാകുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പഴത്തിൻ്റെ പീസും വെച്ച് കൊടുക്കുക. പഴം തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ മാക്സിമം നോക്കണേ. കട്ടി കൂടിപ്പോയാൽ നമ്മൾ റോൾ ചെയ്തെടുക്കുന്ന ടൈമിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം ജസ്റ്റ് ഒന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ നമുക്കിതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ 2 വശവും നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് എടുത്തു വെക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാഷ്യൂ നട്ടും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം രണ്ടും ഓരോ ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് കൊടുക്കുക. ഏതായാലും കുഴപ്പമില്ല. ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതും മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. കുറഞ്ഞ അളവിൽ മൈദ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പിഞ്ചളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കോഴിമുട്ടയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/4 കപ്പ് അളവിൽ പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മാവിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് വരും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് സെറ്റായിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ നെയ്യിൽ വഴറ്റി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ പീസ് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പഴമെല്ലാം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ അതങ്ങ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലാക്കി വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു 3 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു സൈഡിൽ നിന്നും പതുക്കെ ഇതുപോലെ അങ്ങ് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ അങ്ങ് പതുക്കെ റോൾ ചെയ്തെടുത്താൽ മതി. ഒന്ന് ചൂടാറിയതിന് ശേഷം ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇത് നന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് എടുത്തു വെക്കാം. എന്നിട്ട് ഇതുപോലെ അങ്ങ് റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.